നമ്മളിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിക്കാരത് ക്യാഷ് നോക്കില്ല. വന്ദേ ഭാരത് ഈ ട്രെയിനിലല്ല പോകുന്നത്. വെൽക്കം ബാക്ക് ടു അനദർ സൂപ്പർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് മെസ്സി മിഡാസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാറിയില്ല ഇങ്ങോട്ട് ചന്തി മാറ്റടി നീയാ. നമ്മളിന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ എല്ലാവരും കൂടെ എവിടെ പോവാണ്? പഞ്ചാബിൽ പോവുകയാണ്. എന്തിനാടാ പഞ്ചാബിൽ പോണേ? നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ. അങ്ങനെയൊക്കെ പറയാറുന്നല്ലേ. Hey guys, welcome back. അപ്പോ ഇന്ന് നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മള് നാഷണൽസ് കോമ്പറ്റീഷന് പോകുന്നത്. നമ്മൾ എവിടെയാണ് പോകുന്നത്? ലുധിയാന. അപ്പൊ നമുക്കിനി ബാക്കി നമ്മുടെ കഥകൾ ഇനി തീവണ്ടിക്ക് അതിൽ നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് വന്ദേ ഭാരത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ സീറ്റില്ല നമ്മൾ കയറി നോക്കിയപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ പുറത്തിറങ്ങി തണുപ്പുള്ള വേറെ വണ്ടിയിൽ കയറാന്ന് വിചാരിച്ചല്ലേ. അതല്ല എന്റെ ഓരോ ചളിക്കുമ്പോൾ ഫോൺ അടിക്കുകയാണല്ലോ അവിടെ കിടന്ന്. ശരിയാണ്. അപ്പൊ നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാൻ ബാക്കി. വളരെ വിപ്ലവാത്മകമായ ഒരു കാര്യമാണ് ഇവിടെ നടത്തിക്കണേ അല്ലേ ചേട്ടാ? നമ്മൾ 4.5 ലക്ഷം രൂപ കൊടുത്ത് കോച്ചൊക്കെ ബുക്ക് ചെയ്തായിരുന്നു. ഇപ്പൊ ഏകദേശം നമ്മളൊരു 10-15 മിനിറ്റ് ആയിട്ട് വെയിലിന്റെ അടിയിലാണ് നിൽക്കുന്നത്. നമ്മള് കേറാതിരിക്കാൻ വേണ്ടി ചന്തി മാറ്റണാ നീ മാറ്റില്ല. ഞാൻ മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് ഡേ 2 ഓഫ് മൈ പഞ്ചാബ് വ്ലോഗ്. നല്ല ഉറക്കം ഭയങ്കര നൈസായിരുന്നു. നേരെ ഉറങ്ങാനൊക്കെ പറ്റി. രാവിലെ ചായ എന്നുള്ള വിളി കേട്ടിട്ടാണ് എണീറ്റത്. ബാക്കി ഫുഡൊക്കെ അടിച്ചിട്ട് കാണാം. ഇല്ലെങ്കിൽ നീ തയ്ച്ചു കൊടുക്കും. അളിയ നിനക്ക് ഇപ്രാവശ്യം വീഡിയോ എടുത്ത് തരും. അളിയ എടുത്തായിരുന്നു നമ്മൾ രണ്ടും കൂടെ ഉള്ള വീഡിയോ. ശംഭു ചേട്ടൻ ഒരു ഹായ് പറ. എന്ത് ചേച്ചി തുപ്പിങ്ങ കൈഡ്.
2 തീരാറായി. ഇനി ഉറങ്ങണം, രാവിലെ എണീക്കണം, റിപ്പീറ്റ്. അല്ല ആടുന്നുണ്ടല്ലോ. ക്ലിങ് ക്ലിങ് ക്ലിങ്. 3 കാലി, ഒരു കാലി ചെരുപ്പില്ല. കഴിഞ്ഞ വർഷം ഞാൻ ശമ്പളം അടിച്ചാൽ ഞാൻ ഷഡ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് മര്യാദ ഇപ്പൊ. എത്ര മാസം ഗർഭിണിയായിരിക്കും അവിടെ ഇത്? ഓ, രാവിലെ തന്നെ തണ്ണീർ വാതകം പ്രയോഗിക്കുകയാണല്ലോ. എന്തോ ഹാപ്പി ചേട്ടൻ ചുമ്മാ ഉറങ്ങിയില്ലേ? खाने के लिए क्या मिलेगा? പറ, നേരത്തെ പറഞ്ഞ സെയിം ടൈം അടിക്കണം എപ്പോഴും. കൊറേ നേരത്തെ വന്ന് തടയിക്കൊണ്ടിരിക്കണം. പ്രൈസ് ഇട്ടില്ല, ഇവ ഒരു താളം അടിക്കണ ഇത് വെച്ചിട്ടാണ്. ഇപ്പോഴല്ലേ മനസ്സിലായേ, തവല ചേട്ടനാക്കാൻ പറ്റൂല. ഒന്ന് ചൂടായല്ലേ ശരിയാവൂല്ലേ? അപ്പൊ ഇന്നേക്ക് ഡേ 3 നമ്മളിപ്പോ എവിടെ എത്തിയടാ? രാമകുണ്ട എന്തോ ഇസ്താരി എല്ലാരും രാവിലെ കൊടിമരമൊക്കെ പൊക്കി ഒരു കൊടി കയറത്തിലൊക്കെ എല്ലാരും ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടിരിക്കുന്നതാണ്. അപ്പം റെയിൽവേയുടെ വെള്ളം ഒഴിക്കാത്ത നല്ല നല്ല കാപ്പി കിട്ടിയിട്ടുണ്ട്. ചേട്ടാ, ഇന്നലത്തെ ഉറക്കത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഉറക്കം എന്താണ്? സീരിയസ്ലി ഓണല്ല വിതറേ ഏത് പാട്ടുണ്ട് BGM? അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മറ്റേ കൊച്ചു പിള്ളേരുടെ സ്നാക്സ് ആരുടെയെങ്കിലും ഉണ്ടാവും, മേടിച്ചെങ്കിലും. അപ്പുറത്ത് ജനറലാണ്, അപ്പുറത്ത് കാണൂല, അങ്ങോട്ട് പോയാൽ കാണുമായിരിക്കും. അല്ലെങ്കിൽ പാൻട്രിക്കാരുടെ അടുത്ത് കുറച്ച് മൈദാമാവ് തരാൻ പറ, വെച്ച് പൊതിഞ്ഞാൻ കളഞ്ഞ. സാറിന് വയറുണ്ട് കേട്ടോ, ശരിക്കും വയറും. So guys, here we are at Ludhiana. പേടിക്കല്ലേ? ഇത്ര നേരം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല നമുക്ക്. ഇത് ഇത്രയും ബാക്കിയുള്ളവരെ കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവച്ചതാണ്. എനിക്കിവിടെ പണിയൊന്നുമില്ലായിരുന്നു. സോ ബാക്കി നമുക്ക് പണിയെടുത്തിട്ട് കാണാം. ബൈ. അതെ
പിന്നെ ഏതറ്റം ലുധിയാനയിലെ പട്ടികക്ക് വരെ ഉണ്ടാ സൗന്ദര്യം. ഗുഡ് മോർണിംഗ്. നമുക്ക് എത്ര മിനിറ്റ് തരുമെന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് അല്ലേ ഇറക്കാൻ? നമുക്ക് എത്ര വേണ്ടി വന്നു? 1 മിനിറ്റ് എടുത്ത് നമ്മള് ഇവിടെ ബായിക്കൂടെ ബാഗ് എടുത്തിട്ട് എടുത്തോണ്ടായിരുന്നല്ലോ. അപ്പൊ എവിടെ അങ്ങനെ പണ്ടാരോടെങ്കിൽ നമ്മൾ ഇവിടെ പഞ്ചാബ് എത്തിയിട്ടുണ്ട്. എന്റെ ബാഗിൽ കൂടെ ഒരു ബാഗ് വീണായിരുന്നു. സോറി, അത് ഇറക്കുന്നതിന്റെ തിരക്കിലാണ്. ട്രെയിൻ 2 മിനിറ്റ് നിർത്തുമെന്ന് പറഞ്ഞിട്ട് പട്ടി അല്ല ഡോഗ് ഗൈസ് മൊത്തമാണെങ്കിലേ ഒരു പ്രാവശ്യം കൂടി കേറ്റിട്ട് പറഞ്ഞപ്പോ തോന്നി നിർത്തിയിട്ട് ഓടെ എടുത്തോണ്ട് പോകും. പക്ഷെ പെട്ടെന്ന് തീർന്നു കേട്ടോ. ഒരു കൃത്യം നിർവഹിച്ചത് എനിക്കാണെങ്കിൽ കൈവയ്യ. ഇങ്ങനെ മൊത്തം കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നമ്മളൊരു പിച്ചക്കാരിയെ കണ്ടിട്ടുണ്ട്. ഇല്ല ബായി, പഞ്ചാബ് വന്നപ്പോ തന്നെ പിച്ചക്കാരി. നെവർ മൈൻഡ് എന്ന് ഇട്ടോണ്ട് വന്നിട്ടുണ്ട്. അതും പിച്ച എടുത്തതാണ്. ഞാൻ വിളിക്കോ. ഫോട്ടോ പിടിച്ചു പോണം. ഗായ്സ്, ഇത് നമ്മൾ പഞ്ചാബിൽ എത്തിയിട്ട് ഡേ 1. ഇവിടെ ഹോളിയാണ്. നിന്റെ വായിൽ ഞാൻ തേച്ചാ